നമസ്കാരം. ഗൾഫ് ഗേറ്റ് പിയാനോയുടെ ഇന്നത്തെ പുതുമയാർന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരായ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ ഫ്രൈഡേ എന്ന ദിവസമാവാൻ ഞാൻ കാത്തിരിക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ സംഗീത ലോകത്തിലേക്ക് ഒരു മണിക്കൂർ നിങ്ങളോടൊപ്പം ഞാനും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ആ ഒരു ഫീൽ, ഒരു എല്ലാ ടെൻഷനൊക്കെ മാറ്റി വെച്ച് സംഗീതത്തിലേക്ക് മാത്രമായിട്ടുള്ള ഒരു മണിക്കൂർ, അത് നിങ്ങൾക്കും സന്തോഷം തരുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ലെജൻഡായ മ്യൂസിക് ഡയറക്ടർ, മറ്റാരുമല്ല ഇളയരാജ സാറിൻ്റെ ഒത്തിരി നല്ല ഗാനങ്ങൾ, അതും മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തിൽ നിന്ന് 4 വരിയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അതിനു മുന്നേ ഏവർക്കും ഒരിക്കൽ കൂടി ഗൾഫ് ഗേറ്റ് പിയാനോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളും റെഡിയാണ്, ഞാനും റെഡിയാണ്, നമ്മുടെ പാട്ടും റെഡിയാണ്. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും ONV കുറുപ്പ് സാറിൻ്റെ വരികൾക്ക് രാജാ സാറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടനും ജാനകിയമ്മയും കൂടി ആലപിച്ച ആ ഒരു ഗാനത്തിൻ്റെ 4 വരിയിൽ നിന്ന് തന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം തുടങ്ങാം നമുക്ക്. ലാ 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 ലാ. വേഴാമ്പൽ കേഴും വീണൽ കൂടിരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി ലാ 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 ലാ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നല്ല, എന്താ പറയുക, അത് ഫുള്ളായിട്ടൊക്കെ എനിക്ക് പാടുന്നുണ്ട്. നമ്മളെന്തായാലും 4 വരി എന്ന് പോയി ലാസ്റ്റ് നമുക്കൊരു ട്രാക്കോടുകൂടി നല്ലൊരു സോങ് പാടാം. അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നൗഫൽ ഹുസൈൻ ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പോകാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം നൗഫൽ. നാട്ടിലെവിടെയാണ്? നാട്ടിലെ തൃശ്ശൂരാണ്. അയ്യോ, അതിനു മുന്നേ സ്വാഗതം ഞാൻ വെൽക്കം ചെയ്തില്ല. നൗഫൽ, എന്തായാലും ഈ ഷോയിലേക്ക്, പിയാനോ എന്ന ഷോയിലേക്ക് ഒരിക്കൽ കൂടി താങ്കൾക്ക് സ്വാഗതം. വളരെയധികം നന്ദി. നാട്ടില് എവിടെ? തൃശ്ശൂർ അടുത്ത് വടക്കാഞ്ചേരി എന്നുള്ള സ്ഥലമാണ്. തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരി അടുത്താണ്. അപ്പോൾ നാട്ടിലും ഇതേപോലെ സംഗീതവുമായി ഇങ്ങനെ ചുറ്റി നടന്നിട്ടുണ്ടോ? ഇല്ല, നാട്ടിൽ അങ്ങനെ ആക്ച്വലി ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴൊന്നും പാടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കുറച്ച് ഫ്രണ്ട്സ്, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ അങ്ങനെയാണ് പാടാൻ തുടങ്ങിയത് കുറച്ചൊക്കെ. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഒരു ട്രൂപ്പുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രൂപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് കുറച്ച് സോങ്സ് ഒക്കെ ഇങ്ങനെ പാടുന്നുണ്ട്. ഇപ്പോൾ പാടുന്ന ഫ്രണ്ട്സ് ആണോ? അതെ അതെ, അല്ലാതെ ബാക്കിയുള്ള ഫ്രണ്ട്സും ഉണ്ട്. എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടീവാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നന്നായി പാടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ പാടി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതിലേക്ക് ഒരു തുടക്കം അല്ലേ? ഒരു 2-3 വർഷമായിട്ടുള്ളൂ. നാട്ടില് ഇപ്പോൾ കോളേജിലൊക്കെ, കോളേജ് എവിടെയാണ്? ഞാൻ പഠിച്ചത് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഡാൻസ്, ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, ഫാഷൻ ഷോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പാട്ടുകാരൻ മാത്രമല്ല, പാട്ട് പാടാനുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് എനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അവരൊക്കെ കാണുമ്പോൾ ചോദിക്കും, നീ പാടുവോ എന്ന് ചോദിക്കാറുണ്ട്. അതെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നൗഫലിന്റെ ഒരു 4 വരി ഗാനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ഇളയരാജ സാറിന്റെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു 4 വരി ഞാൻ പാടാം. ഒത്തിരി സന്തോഷം. രാജാ സാറിന്റെ സംഗീത പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തുന്നുള്ളതിൽ ഇളയരാജ സാറ് സംഗീതം ചെയ്തിട്ടുള്ള കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഒത്തിരി നല്ല പാട്ടാണ് ശരിക്കും രാജാ സാറിൻ്റെ. ഞാൻ ഇന്ന് തന്നെ കുറേ പാട്ടുകൾ ഈ എപ്പിസോഡിന് വേണ്ടി സെലക്ട് ചെയ്തപ്പോൾ തമിഴ് സോങ്സ് കുറേ ഉണ്ട്. അപ്പം ഞാൻ മലയാളം മാത്രം എടുത്തോളൂ. കാരണം അല്ലെങ്കിൽ തമിഴും മലയാളം കൂടി എടുത്ത ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ലേശം പോലും 5% പോലും ആവില്ല. അപ്പോൾ ഇന്ന് മലയാളം മാത്രം. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നൗഫൽ എന്തായാലും രാജാ സാറിൻ്റെ ഒരു പാട്ടോടുകൂടി തന്നെ തുടങ്ങിയതിൽ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ പാട്ട് മാത്രമല്ല, ഇപ്പോൾ കോളേജിൽ വെച്ച് ഡാൻസ്, ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് കൂടാതെ വേറെ വല്ല ഹോബിയും നൗഫലിൻ്റെ? വേറെ ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ 1-2 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അവർ, അതെ, ഞങ്ങൾ മലയാള മനോരമയുടെ ഒരു കോൺടെസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് 4th പ്ലേസ് കിട്ടി. അങ്ങനെ കുറച്ച് വീഡിയോസ് അതുപോലെ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ഹോബി കൂടെ ഉണ്ട്. അപ്പോൾ പാട്ട് മാത്രമല്ല, ഒരു ഡ്രീമാണ് ആ ഒരു പാട്ട്. അപ്പോൾ പാട്ടിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതോ? ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, പാട്ടിനെ സ്നേഹിക്കുന്നുണ്ട്. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പഴയ മലയാളം സോങ്സ് ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നൗഫലിന്റെ ഇപ്പൊ പാട്ടുകൾ കേൾക്കുമ്പോൾ നൗഫല് മെലഡീനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആണോ കൂടുതൽ? മെലഡി അത്ര ഇപ്പോൾ സ്റ്റേജിലൊക്കെ നമ്മൾ പാടുമ്പോൾ പെർഫോമൻസ് ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് മെലഡി അല്ല പാടാറുള്ളത്, കൂടുതൽ ഫാസ്റ്റ് നമ്പേഴ്സ്, ഹിന്ദി സോങ്സ്, ഫാസ്റ്റ് നമ്പേഴ്സ്, പഴയ ഹിന്ദി സോങ്സ്, അങ്ങനെയുള്ള ഫാസ്റ്റ് സോങ്സ് ആണ്. അപ്പോൾ എന്തായാലും ഇനിയൊരു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങിന്റെ 4 വരി. ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് നമ്പർ നമ്മളങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടുമ്പോൾ ഒരു ഇതല്ല. അപ്പോൾ ഞാൻ 2 മെലഡി സോങ് തന്നെ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള തൈക്കുടം ബ്രിഡ്ജ്. അവരിന്ന് ഇവിടെ ദുബായിൽ വരുന്നുണ്ട്, അവരുടെ ഷോ ഇന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ അവരുടെ ഒരു സോങ് ഞാൻ തുടങ്ങുകയാണ്, നൊസ്റ്റാൾജിയ എന്നുള്ളതിൽ അവർ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള മന്ദാരച്ചിപ്പുണ്ടോ, അവരുടെ അതൊന്ന് ഞാൻ ട്രൈ ചെയ്യണം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഗാനങ്ങളിലൊന്നാണ്, നല്ലൊരു മെലഡി തന്നെയാന്ന് പറയാം. അതോടൊപ്പം ഇപ്പം നൊസ്റ്റാൾജിയ, തൈക്കുടം ബ്രിഡ്ജിന്റെ ആ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ ആ 4 സോങ്സും അല്ലെ, 4 5 സോങ്, അത് എല്ലാം തന്നെ വളരെ ഹിറ്റായ പാട്ടുകൾ റീമിക്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഒത്തിരി അവരെയും എന്താ പറയാ, ആ ഒരു ഗ്യാങ്ങിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയാണ്. ഇനിയിപ്പോ ഹിന്ദിയാണ് കൂടുതൽ പാടുന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഹിന്ദി ഗാനം 4 വരിയോ അങ്ങനെ, ഹിന്ദി ഗാനം അങ്ങനെ 4 വരി പാടാൻ പറ്റിയത് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 വരി ഞാൻ പാടാം. ഓക്കെ ഓക്കെ. नीले नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രോഗ്രാം പാട്ടിലേക്ക് കടന്നേക്കണത് നൗഫൽ. അപ്പോൾ നൗഫലിന് ശരിക്കും പാട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആണ് ബേസിക്കലി. അപ്പോൾ അതിനിടയിൽ സമയം ഇപ്പോൾ സൈറ്റിലൊക്കെ പോകും അങ്ങനെ ഒരു വരില്ലേ? അപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് 8 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈവനിങ്സിൽ ഇപ്പോൾ ഫ്രൈഡേ മാത്രമാണോ ഓഫ്, അതോ സാറ്റർഡേ ഓഫാണ്? സാറ്റർഡേ ഓഫാണ്. അപ്പോൾ ബാക്കിയുള്ള ടൈമൊക്കെ മ്യൂസിക് അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ്, എഡിറ്റിംഗ്, വീഡിയോ അങ്ങനെ ഇതായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ കോളേജ് ലെവലിൽ ഇതുവരെ പാടാനായിട്ട് മുതിർന്നിട്ടില്ല? ഇല്ല, ക്ലാസ്സിലൊക്കെ ചുമ്മാ ഒക്കെ പാടാറുണ്ടായിരുന്നു ചെറുതായിട്ട്, അല്ലാണ്ട് ഇവിടെ വന്നപ്പോഴാണ് അതിനെ കൂടുതൽ സീരിയസ് ആയിട്ട്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഒക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? പ്രോഗ്രാംസ് കിട്ടാറുണ്ട്. ഞങ്ങൾ ഒരു 5 പേരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാംസ് കിട്ടാറുണ്ട്. മിക്ക ഫ്രൈഡേസിലും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതെ അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കത്തിലേക്ക് അപ്പോൾ എങ്ങനെയുള്ള പാട്ടുകളൊക്കെ കൂടുതൽ സെലക്ട് ചെയ്യണം? ഞങ്ങളെല്ലാം, അതായത് മലയാളം പഴയ സോങ്സ് പാടാറുണ്ട്, മെലഡീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഹിന്ദി, തമിഴ്, ഈവൻ നമ്മുടെ പഞ്ചാബി സോങ്സ്, ബോലോ തരാറ ടൈപ്പ് അങ്ങനത്തെ സോങ്സും പാടാറുണ്ട്. അങ്ങനെയല്ലേ. ഇപ്പോൾ നൗഫൽ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു ഗ്യാങ് ഇതൊക്കെ ഉണ്ട്, ട്രൂപ്പ് ഇതൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ വേറെ പാട്ട് കേൾക്കാനുള്ള അവസരമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഷോയ്ക്ക് പോകാൻ? തീർച്ചയായിട്ടും. ഇവിടെയുള്ള മെയിനായിട്ട് ഞാൻ ദുബായിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇവിടെ നമുക്ക് ഒരുപാട് ഷോസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. മ്യൂസിക്കിനായാലും ഫിലിം സ്റ്റാർസിന്റെ തന്നെ സ്റ്റാർ ഷോസ് ആയാലും ഒരുപാട് ഉണ്ടാവാറുണ്ട്. നാട്ടിലെ കൂടുതൽ ഇവിടെ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്ക ഷോസിനും ഞാൻ പോകാറുണ്ട്. ഒന്നും കളയാറില്ല, എല്ലാത്തിനും ഹാജർ ആണല്ലോ അവിടെ.
ഇപ്പോൾ നൗഫലിന്റെ അടുത്ത ഒരു ഗാനം ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? ജെറി അമൽദേവ് സംഗീതം ചെയ്തിട്ടുള്ള 1000 കണ്ണുമായി എന്നുള്ള സോങ് അന്ന് ശ്രമിച്ചോളൂ, ഇവിടെ ഇരിക്കുന്നുണ്ട്. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. വന്നു നിന്നു നീ എൻ്റെ ജന്മസാവല്യമേ, വന്നു നിന്നു നീ എൻ്റെ ജന്മസാവല്യമേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. ഭയങ്കര ഭാവസാന്ദ്ര ലയിച്ചാണ് പാടുന്നത്. എന്തായാലും നൗഫൽ ഇപ്പോ ഇവിടെ UAE വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് 8 വർഷമാവുന്നു. 8 വർഷം. അതല്ലേ, ആ ഒരു ജോലി അതിൽ തന്നെയാണോ അതോ ജോലി സെയിം കമ്പനിയിൽ തന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു? അപ്പോൾ അതിൽ കമ്പനിയിൽ എന്തെങ്കിലും ഇപ്പോൾ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവുമ്പോൾ പാടാറുണ്ട്? ഞങ്ങൾ ഓണാഘോഷം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പാടിയിട്ടുണ്ട്, നമ്മുടെ വഞ്ചിപ്പാട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ പാടാറുണ്ട്. അപ്പോൾ നമുക്ക് നൗഫൽ എന്തായാലും ഇനി ഒരു ഫുൾ ട്രാക്കോട് കൂടി ഒരു സോങ്ങിലേക്ക് പോവാം. ഏത് സോങ് ആണ്? എനിക്കും അതുപോലെ ഹിന്ദി തന്നെയാണ്. ഏത് പാട്ടാണ്? ഞങ്ങൾ ഇത് പ്രോഗ്രാമിനൊക്കെ പാടാറുള്ളതാണ്. ധീരെ ധീരെ സേ എന്നുള്ള ആഷിക്കിയിലെ സോങ് ആണ്. അത് ഡ്യൂറ്റായിട്ടാണ് പാടാറ്. സുചിത്രയ്ക്ക് പറ്റുമെങ്കിൽ പാടിക്കോ. എന്തായാലും പാടണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നോടും കൂടി എനിക്ക് അനുവാദം തന്നേക്കോ, പാടിക്കോളും എന്നുള്ളത് ഞാൻ നോക്കാം. എന്തായാലും പാടിക്കോളും. ഞാൻ ചിലപ്പോൾ ഒരു മൂളക്കൊക്കെ മൂളാം എന്തായാലും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം. എന്തായാലും ധീരെ ധീരെ എനിക്ക് ഒത്തിരി നല്ലൊരു മെലഡി തന്നെയാണല്ലേ? അതെ, നല്ല മെലഡിയാണ്. ആഷിക്കിലെ എല്ലാ സോങ്സും നല്ല സോങ്സ് ആണ്. നല്ലൊരു സോങ് ആണ്. धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना, धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना. जब से तुझे देखा दिल को कहीं आराम नहीं, मेरे होठों पे एक तेरे सिवा कोई नाम नहीं, जब से तुझे देखा दिल को कहीं आराम नहीं, मेरे होठों पे एक तेरे सिवा कोई नाम नहीं.
धीरे धीरे से जिंदगी में आना, धीरे धीरे से दिल को चुराना। तूने भी अक्सर मुझको जगाया रातों में और नींद चुराई मीठी मीठी बातों में। तूने भी बेशक मुझको कितना तड़पाया, फिर भी तेरी हर एक अदा पे प्यार आया। आजा आजा अब कैसा शर्माना, धीरे धीरे से दिल को चुराना, धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना। तुमसे प्यार हमें कितना जाने जाना, तुमसे मिलकर तुमको है बताना, धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना। നൗഫൽ പാടിയപ്പോൾ, കാരണം ഞാനും ഇത് വേദിയിൽ പാടിയിട്ടുണ്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൗഫൽ പാടുമ്പോൾ എൻ്റെ കൂടെ പാടണമെന്നുണ്ട്, പക്ഷേ പറയില്ല, അതിഥിയുടെ പാട്ടിൽ കൈ കടത്തരുത് എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊന്ന് അടങ്ങിയിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ നല്ലൊരു മെലഡിയാണ് കേൾക്കാൻ, അത്രയും. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാകും എന്തായാലും ഈ ഒരു സോങ്. വളരെയധികം റിക്വസ്റ്റ് വരുന്ന ഒരു സോങ് ആണ് ഈ ധീരെ ധീരെ സേ, കാരണം ഓൾഡ് ആണെങ്കിലും ഇപ്പോഴും മനസ്സിൽ എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സോങ്ങാണ്. ഇനി എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിനെ കുറിച്ചും എന്താണ് നൗഫലിനെ ഞങ്ങളോട് പ്രേക്ഷകരോടും പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം പിയാനോ പോലൊരു പ്ലാറ്റ്ഫോം, പിയാനോ പോലൊരു പ്രോഗ്രാമിനെ ഞാൻ വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ ഏതൊരു TV ഷോ അല്ലെങ്കിൽ ആണെങ്കിലും നമ്മളൊരു റിയാലിറ്റി ഷോ മോഡായിരിക്കും. അവിടെ നമുക്കൊരു മത്സരം ജയിച്ചു വേണം വരാൻ, മത്സരിക്കാൻ ജഡ്ജസ് ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അതൊന്നും ഇല്ലാതെ ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് നമ്മുടെ ഒരു ആ മ്യൂസിക്കിനോടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം തരുന്ന NTVക്ക് ഇങ്ങനെ ഒരു പിയാനോ പ്രോഗ്രാം, ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും എൻ്റെ എല്ലാവിധ കൺഗ്രാജുലേഷൻസ്, എൻ്റെ എല്ലാവിധ ആശംസകളും. പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇതിലൂടെ നമുക്ക് എല്ലാവരെയും കാണാം, നാട്ടിലുള്ളവർക്കും കാണാം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ചാനലിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെയധികം നന്ദി. ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്, സുചിത്രയുടെ അവതരണവും ഞാൻ കാണാറുണ്ട്. ഒത്തിരി നന്ദി. നല്ല പ്രോഗ്രാമാണ്, നല്ല ഇതിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവിധ നന്മകളൊക്കെ ഉണ്ടാവട്ടെ നൗഫൽ. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വേദിയിൽ വെച്ച് കാണുമ്പോൾ എൻ്റെ ഒപ്പം എനിക്ക് നൗഫലിൻ്റെ ഒപ്പം ഈ ഗാനം ഒന്നും കൂടി ആലപിക്കണം എന്നൊരു ആശയുണ്ട്. എന്തായാലും അതെല്ലാം സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കിനി പിയാനോയിൽ, ഗൾഫ് ഗേറ്റ് പിയാനോയിൽ ഇനി ഒരു ചെറിയ ഇടവേള. താങ്ക് യു.